ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി തീവ്രവാദത്തെക്കുറിച്ച് പാകിസ്ഥാനെ തുറന്നു കാട്ടുന്നതിനായി വിവിധ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ശശി തരൂരിന്റെ ടീമിന് കൊളംബിയയിൽ തങ്ങളുടെ ദൗത്യത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തെന്ന് ലോകത്തെ വെളിപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് കൊളംബിയയിൽ നിന്നുമുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ പൗരന്മാർക്ക് അനുശോചനം അറിയിക്കുന്ന നിലപാടായിരുന്നു കൊളംബിയ കൈക്കൊണ്ടതെങ്കിൽ ഇപ്പോഴത് മാറിയതായാണ് ശശി തരൂർ MP അറിയിച്ചിട്ടുള്ളത്. കൊളംബിയ ആദ്യമെടുത്ത നിലപാടിൽ ശശി തരൂർ ഉൾപ്പെടുന്ന പ്രതിനിധി സംഘം ശക്തമായ ഭാഷയിൽ തന്നെ പ്രതിഷേധം അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് കൊളംബിയയുടെ ഈ മനംമാറ്റം. ഞങ്ങൾ വിദേശകാര്യ മന്ത്രാലയവുമായി കൂടിക്കാഴ്ച നടത്തി. മുതിർന്ന ഉപമന്ത്രി ഞങ്ങളെ സ്വീകരിച്ചു. പിന്നാലെ ഒരു സന്തോഷ വാർത്തയും ലഭിച്ചു. മുൻപ് ഞങ്ങളെ നിരാശപ്പെടുത്തിയ പ്രസ്താവന അവർ പിൻവലിക്കുകയുണ്ടായി. ഞങ്ങളുടെ നിലപാടിനെ കുറിച്ചുള്ള ധാരണയ്ക്കും ശക്തമായ പിന്തുണ നൽകുന്ന ഒരു പ്രസ്താവന അവർ പുറപ്പെടുവിക്കുമെന്നാണ് തരൂർ അറിയിച്ചത്. ബൊഗോട്ടയിലെ ടാഡിയോ ലൊസാനോ സർവകലാശാലയിൽ മഹാത്മാഗാന്ധിക്ക് പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രതിനിധി സംഘത്തിലെ തലവനായ ശശി തരൂർ കൊളംബിയയുടെ നിലപാട് മാറ്റത്തെക്കുറിച്ചുള്ള വാർത്ത പങ്കുവച്ചത്. പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകൾ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ സൈനിക ആക്രമണ പരമ്പരയായ ഓപ്പറേഷൻ സിന്ദൂറിനോടുള്ള കൊളംബിയയുടെ പ്രതികരണത്തിൽ തരൂർ നേരത്തെ നിരാശ പ്രകടിപ്പിച്ചിരുന്നു. കൊളംബിയയുടെ വൈസ് വിദേശകാര്യമന്ത്രി റോസ യോലാൻഡ വില്ലാവിൻസിയയും ഇക്കാര്യം പറയുമ്പോൾ തരൂരിനൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച വിശദീകരണവും യഥാർത്ഥ സാഹചര്യം, സംഘർഷം, കാശ്മീരിൽ എന്താണ് സംഭവിച്ചത് എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും ഉപയോഗിച്ച് നമുക്ക് സംഭാഷണം തുടരാനും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനും കഴിയുമെന്ന് വളരെ ആത്മവിശ്വാസമുണ്ട് എന്നായിരുന്നു വില്ലാവെൻസി പ്രതികരിച്ചത്. കൊളംബിയയുടെ നിലപാട് മാറ്റത്തിന് പിന്നാലെ തരൂർ തന്റെ പ്രസ്താവന ആവർത്തിക്കുകയുണ്ടായി. ഒരു വശത്തെ തീവ്രവാദികളും മറുവശത്തെ നിരപരാധികളായ സാധാരണക്കാരും തമ്മിലുള്ള ഒരു തുല്യതയും സാധ്യമല്ല എന്നാണ് തരൂർ പറഞ്ഞത്. കൊളംബിയയുടെ പ്രാരംഭ പ്രസ്താവന അക്രമം നടത്തുന്നവരും അവരുടെ രാജ്യത്തെ പ്രതിരോധിക്കുന്നവരും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം അവഗണിച്ചുവെന്ന് തരൂർ ചൂണ്ടിക്കാട്ടി. ആ പ്രസ്താവന പിൻവലിച്ചു എന്നറിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കൂടാതെ കൊളംബിയയിലെ ജനങ്ങളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളുടെ പരമാധികാരത്തിനും ലോക സമാധാനത്തിനും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സമാധാനത്തിനും വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കാൻ നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്തതിലും വളരെ സന്തോഷമുണ്ട്. ജനങ്ങളും പ്രതിനിധികളും തമ്മിൽ ഇത്തരത്തിലുള്ള സംഭാഷണം തുടരുന്നതിലും വളരെ സന്തോഷിക്കുന്നു, തരൂർ പറയുന്നുണ്ട്. ഭീകരതയോടുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് അറിയിക്കുന്നതിനുള്ള നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായി അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ തുടരുന്ന ബഹുകക്ഷി പ്രതിനിധി സംഘത്തെ നിലവിൽ ശശി തരൂരാണ് നയിക്കുന്നത്. പനാമയും ഗയാനയും സന്ദർശിച്ച ശേഷം സംഘം കഴിഞ്ഞ ദിവസമാണ് കൊളംബിയയിലെത്തിയത്. ബ്രസീലും US-ഉമാണ് അവരുടെ അടുത്ത ലക്ഷ്യസ്ഥാനങ്ങൾ. എന്നാൽ ഇന്ത്യയെ പോലെ തന്നെ പാകിസ്ഥാനും ഇത്തരത്തിലുള്ള പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുണ്ട് എന്ന് മുൻപ് വാർത്തകൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ കൊളംബിയയുടെ ഈ നിലപാട് മാറ്റത്തിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് അതുകൂടി കഴിഞ്ഞിട്ട് മാത്രമേ പറയാനാകൂ.